നമ്മളിപ്പം ആകാശദൂത് എടുത്താലേ ഞങ്ങളൊക്കെ നോക്കുമ്പോൾ അന്ന് NF വർഗീസ് ചേട്ടൻ ഒരു മിമിക്രി കലാകാരനാണ്. അദ്ദേഹത്തിനാണ് വില്ലനായിട്ട് ആകാശദൂതിൽ കാസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ പൊതുവെ വില്ലൻ എന്ന് പറയുന്നത് നമ്മളെപ്പോഴും കാഴ്ചയിൽ സിനിമയിലെ വില്ലൻ എന്ന് പറയുമ്പോൾ വെറുതെ ഇങ്ങനെ വന്ന് ഇറങ്ങിയ ദേ വില്ലൻ വന്നു എന്ന് തോന്നുന്ന വില്ലന്മാരാണ്. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മൾ പത്രത്തിലൊക്കെ വാർത്ത വായിക്കുമ്പോൾ പല കേസിലെ പ്രതികളും പല പോലീസ് പിടിച്ച ആൾക്കാരും ഒക്കെ വളരെ സാധാരണത്വം തോന്നുന്ന സാധാരണക്കാർക്കിടയിലുള്ള അല്ലെ ആൾക്കാരായിട്ടാണ്. ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കും വളരെ സാത്വികന്മാരായ ആളുകളെ പിടിച്ച് ഇതുപോലെയുള്ള വില്ലനാക്കി കൊണ്ടുവരുന്നത്. ഡെന്നിസ് കൺസീവ് ചെയ്ത ആ പടത്തിലെ വില്ലൻ അജിത്ത് എന്ന് പറയുന്ന ഫോട്ടോഗ്രാഫർ, അത് പടത്തിന്റെ അവസാനം അറിയാവുള്ളൂ ഇയാൾ വില്ലനാണെന്ന്. എങ്ങനെ ഒരു തോന്നലേക്ക് ഉണ്ടായിരുന്നു ഡെന്നിസിന്. മലയാള സിനിമ അതുവരെ കണ്ടിരുന്നതെല്ലാം നമുക്ക് വലിയ വലിയ വില്ലന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഉമ്മുക്ക മുതല് ബാലങ്ക മുതല് ഒത്തിരി പേരുണ്ട്. TG രവിചേട്ടൻ, ഞാൻ ഒത്തിരി പേരുണ്ടല്ലോ. അപ്പൊ ഇവര് ഒക്കെ ഈ പറഞ്ഞ മാതിരി ഇപ്പം ഷാരടി പറഞ്ഞ മാതിരി വന്നിറങ്ങുമ്പോഴേ അറിയാം, ആദ്യത്തെ ഷോട്ടിൽ തന്നെ അറിയാം ഇവനാണ് പ്രശ്നക്കാരൻ എന്നറിയാം. അതങ്ങനെ അല്ലാതെ ഒരു ചിത്രം വരണം എന്ന് ഉദ്ദേശിച്ചാണ് അവർ പലരെയും അന്വേഷിച്ചെന്നൊക്കെ എന്നോട് പറഞ്ഞു. ശരിയാണോ എന്ന് എനിക്കറിയില്ല. പിന്നെ ഈ ആര് പറഞ്ഞാലും ജോഷി സാറിന് ഒരു ഉറപ്പ് വേണമെങ്കിൽ വേറെ ഒരാൾ പറയണം. അതാരാണെന്നുള്ളത് ഡെന്നിസിൻ്റെ ഒരു പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. നിറക്കൂട്ടുകൾ ഇല്ലാതെ എന്നൊരു പുസ്തകം ഡെന്നിസ് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ അകത്തുണ്ട് ഒരു സ്ഥലത്ത് ഇത് ചീട്ട് നോക്കിയിട്ട് നല്ലതാണോ ചീത്തയാണോ ഈ ഓരച്ചേട്ടൻ ഞാൻ ആ ബുക്ക് വായിച്ചിട്ടുണ്ട്. അതെ പേര് എഴുതിയിട്ടുണ്ട്. വടക്കൻ പറവൂര്. അതെ, അത് വെച്ചിട്ട് പറയുന്നതെന്ന് പറഞ്ഞു. അത് ഒരു എഞ്ചിനീയർ ആയിരുന്നു, ക്വാളിഫൈഡ് എഞ്ചിനീയർ ആയിരുന്നു.